കേരള നിയമസഭയ്ക്ക് മുൻപുള്ള സഭകൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് പറയേണ്ടി വരും. ഒരു വശത്ത് അംഗബലം കൂടുതലാണ്, മറുവശത്ത് അംഗബലം കുറവാണ്. അതൊന്നും പ്രത്യേകതകളായി പറയാൻ കഴിയില്ല. കാരണം ഇതിനു മുൻപും പലപ്പോഴായി അല്ലെങ്കിൽ പലതവണ ഇതിനേക്കാൾ അംഗബലം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ 71 പുതുമുഖ MLA-മാരുണ്ട് കേരളത്തിന്റെ നിയമസഭയിൽ. മന്ത്രിസഭയിൽ ഇരിക്കുന്നവരാരും അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള മന്ത്രിമാരല്ല. യുവാക്കളടക്കം മന്ത്രിസഭയിലുണ്ട് എന്നൊക്കെ പറയുന്നത് കേരള നിയമസഭയിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ സാധാരണ ശക്തമായ രാഷ്ട്രീയം പറഞ്ഞിരുന്ന സഭയിൽ ഇപ്പോൾ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുന്ന രീതിയിൽ സ്പീക്കർ വരെ ട്രോളാൻ അല്ലെങ്കിൽ സ്പീക്കർ വരെ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോൾ കഥാപാത്രമായിക്കൊണ്ടിരിക്കുകയാണ്. നിയമസഭയിലെ കാര്യങ്ങൾ കാണാൻ സാധാരണ ഏറ്റവും മടുപ്പുണ്ടാക്കുന്ന കാര്യമായിരുന്നു നിയമസഭയിലെ വീഡിയോകൾ കാണാൻ, അല്ലെങ്കിൽ നിയമസഭയുടെ കാര്യങ്ങൾ കാണുക എന്ന് പറയുന്നത് വളരെ മടുപ്പായിരുന്നു എല്ലാവർക്കും. എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ സഭാ ടിവിയോട് ഒരു സ്നേഹം, അതിന്റെ റീലുകളോട് ഒരു താല്പര്യം തോന്നുന്ന രീതിയിലേക്ക് സഭയെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മുൻ സർക്കാരുകളുടെയൊക്കെ കാലത്ത് PK ബഷീർ നന്നായി സംസാരിക്കും, അദ്ദേഹത്തിന്റെ വീഡിയോകൾ കൂടുതൽ തവണ കാണാനൊക്കെ തോന്നും, വളരെ രസകരമായ വിമർശനങ്ങളൊക്കെ നടത്തും. മറുവശത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനെ പോലെയുള്ളവർ കണക്കുകൾ കൃത്യമായി വിരൽ ചൂണ്ടി മറ്റൊരു തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു ഇപ്പോഴും സഭയിൽ. എന്നാൽ ഇപ്പോൾ ഒരു വ്യത്യാസമുള്ളത്, സഭയിൽ PK ബഷീറിന്റെ ശൈലി പിന്തുടരുന്ന ഒരുപാട് പേരുണ്ട്. രമേശ് പിഷാരടി അടക്കമുള്ളവർ സഭയിലുള്ളപ്പോൾ പിഷാരടിയേക്കാൾ വലിയ കോമഡി പറയുന്ന ആളുകളാണ് സഭയിലുള്ളത് എന്നതൊരു പ്രത്യേകത തന്നെയാണ്. പിന്നെ പല വിഷയങ്ങളും പലപ്പോഴും സഭയിൽ അവതരിപ്പിക്കാൻ പല MLA-മാരും മടിക്കാറുണ്ട്. അതിൽ പ്രധാനമായി MLA-മാരുടെ ആനുകൂല്യത്തെ പറ്റിയോ മറ്റു കാര്യങ്ങളെ പറ്റിയോ സംസാരിക്കാൻ സഭയിൽ മടിയെന്ന് പറയുന്നത് ജനങ്ങൾ ഇത് എങ്ങനെ വിലയിരുത്തുമെന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ സഭയിൽ MLA-യുടെ വേതനം കൂട്ടണമെന്ന ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നതെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി വന്ന ജനപ്രതിനിധി അത് പറയുന്നത് ശരിയാണോ എന്നൊരു സംശയം അല്ലെങ്കിൽ സാധാരണ MLA-മാർക്ക് ഒന്നും പറയില്ല, ഇങ്ങനെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടായതുകൊണ്ട് പറയില്ല. കാര്യം ജനങ്ങൾ നെഗറ്റീവായി ജഡ്ജ് ചെയ്യുമോ എന്നൊരു ആശങ്കയാണ് പല MLA-മാർക്കും. മറുവശത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്, പല അല്ലെങ്കിൽ MLA-മാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അവിടെ ഐക്യകണ്ഠേന അത് പാസ്സായ ചരിത്രവും കേരള നിയമസഭയിലുണ്ട്. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ മിണ്ടാതെ ഇരുന്ന് പാസ്സാക്കിയ ബില്ലുകൾ അല്ലെങ്കിൽ പാസ്സാക്കിയതും കേരള നിയമസഭയുടെ ചരിത്രത്തിലൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിൽ കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടി, നമ്മൾ ഇതിനു മുൻപ് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, കൊമേഡിയനായ പിഷാരടിയിൽ നിന്ന് യഥാർത്ഥ രാഷ്ട്രീയക്കാരനായ വ്യക്തമായ രാഷ്ട്രീയം സംസാരിക്കുന്ന പിഷാരടിയെ നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം സഭയിൽ പലരും പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം, കഴിഞ്ഞ 10 വർഷവും പലരും പറയാൻ ആഗ്രഹിച്ച കാര്യമായിരിക്കണം, ഭരണപക്ഷത്ത് നിന്നുകൊണ്ട്, ഭരണപക്ഷത്തിന്റെ MLA ആണ് പിഷാരടി കഴിഞ്ഞ ദിവസം സഭയിൽ സംസാരിക്കുകയുണ്ടായി MLA-മാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നതിനെ പറ്റി. പക്ഷെ അവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരു MLA ആണ്, അല്ലെങ്കിൽ എല്ലാ MLA ഞാൻ പറഞ്ഞില്ല, വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രത്തോളം കൺവിൻസിങ് ആവില്ലായിരുന്നു. സാധാരണക്കാരായ ജനങ്ങൾ, പാലക്കാട് ജനങ്ങളോട് നന്ദി പറയേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ തുടക്കമാണ്. ഇത് വെച്ച് നമുക്ക് വിലയിരുത്താനാകില്ല. സഭ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഇനി പൊട്ടത്തരങ്ങൾ പറയുമോ, അല്ലെങ്കിൽ ഇതേ രീതിയിൽ ഗ്രാഫ് ഉയർത്തിക്കൊണ്ട് പോകുമോ, അല്ലെങ്കിൽ ഇതേ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകുമോ എന്നൊക്കെ നമുക്ക് ഇനി അറിയാൻ കഴിയും. എന്നാൽ പോലും അദ്ദേഹം പറയുന്നുണ്ട് MLA-മാരുടെ കാര്യം 2 സ്റ്റാഫുകൾ മാത്രമാണ് ഉള്ളത്, 2 സ്റ്റാഫുകളെ വെച്ച് എല്ലാ കാര്യങ്ങളും എങ്ങനെ പരിഹരിച്ചു പോകാനാകും? MLA എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നിയോജക മണ്ഡലം എന്ന് പറയുന്നത് വളരെ വലുതാണ്. 40 പരാതികൾ ഒരു ദിവസം വന്നാൽ ആ 40 പരാതികൾ എല്ലാ ദിവസവും MLA-ക്ക് MLA ഓഫീസിൽ ഇരിക്കാനാകില്ലല്ലോ ഈ പരാതികൾ നോക്കി. അപ്പോൾ ഒപ്പമുള്ള 2 സ്റ്റാഫ്, അതിൽ ഒരാൾ ഡ്രൈവറായിരിക്കും നിയമിക്കപ്പെടുക, മറ്റൊരാൾ ഇതെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്, എടുത്തു പറയുന്നുണ്ട്. ഇത് എനിക്ക് വേണ്ടിയോ MLA-മാർക്ക് വേണ്ടിയോ അല്ല, സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി. ഇത്തരം അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്, അത് ഭരണപക്ഷത്തോടും പ്രതിപക്ഷത്തോടും ചോദിക്കാനുള്ള ചോദ്യമാണ്. എന്തുകൊണ്ട് ഇത്രയും നാൾ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്? ഈ കാരണങ്ങൾ കൊണ്ടാണ് കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ കാലതാമസം കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ ജനങ്ങൾക്ക് വന്നിട്ടുള്ളത് എങ്കിൽ എന്തുകൊണ്ട് ഇവരാരും സഭയിൽ ഇതുവരെ വാ തുറന്നില്ല? ആവശ്യത്തിനും അനാവശ്യത്തിനും കാര്യങ്ങൾ പറയുമ്പോൾ ജനങ്ങളെ അത്ര കൊണ്ട് ഭയന്ന MLA-മാരാണ് ഒരാളുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ട് ഇത്രയും നാൾ വാ തുറന്നില്ല എന്നൊരു ചോദ്യം പ്രതിപക്ഷത്തോടും ഭരണപക്ഷത്തോടും സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ജനപ്രതിനിധികളാണ് വേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ വേതനം വർദ്ധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്റെ സ്റ്റാഫിൽ ഒരാളെ കൂടി എനിക്ക് വേണ്ടിയല്ല, എല്ലാ MLA-മാർക്കും വേണമെന്ന് പറയുന്നത് അവിടെ സ്വാർത്ഥതയല്ല, ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെ ചേർത്ത് പിടിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടത് ചെയ്യുന്ന ഒരു ജനപ്രതിനിധിയാണ് എന്ന ബോധ്യം തന്നെയല്ലേ ഇതില്? രമേശ് പിഷാരടിയുടെ പ്രസംഗമാണ് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടത്. രമേശ് പിഷാരടി കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രസംഗിച്ചപ്പോൾ ഒരു 7 മിനിറ്റ് ആണ് പ്രസംഗിച്ചത്. അത് തന്നെ എല്ലായിടത്തും ഭയങ്കര വൈറലായിരുന്നു. ആ വീഡിയോ എല്ലാവരും കേട്ടിരുന്നു, പലതവണ കേട്ടിരുന്നു.
ആ രീതിയിലുള്ള പ്രസംഗമായിരുന്നു. പറയേണ്ടത് പറയുകയും കൊള്ളേണ്ടത് കൊള്ളുകയും ട്രോളുകയും എല്ലാം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് രണ്ടാമത് പ്രസംഗിച്ചതാണെന്ന് തോന്നുന്നു. പിഷാരടിയുടെ ഈ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ MLA-മാർക്ക് വേണ്ടിയിട്ട് ഒരു സഹായി കൂടി വേണം. അതായത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിവേദനങ്ങളായിട്ട് വരുമ്പോൾ അത് ക്ലിയർ ആക്കാൻ എല്ലാ ജനങ്ങളും നിവേദനവുമായി ഇതിനു മുമ്പും എല്ലാ MLA-മാർക്കും നിവേദനങ്ങൾ ഒരുപാട് എത്തിക്കുന്നുണ്ടാവും. അതൊക്കെ അവർ വാങ്ങിക്കും. അതല്ലെങ്കിൽ അതൊന്ന് പരിഗണിക്കുന്നത് പോലും അതൊന്ന് ശ്രമിക്കുന്നുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ പിഷാരടിയുടെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനങ്ങൾ ഒരു ആവശ്യവുമായി വരുമ്പോൾ അത് നമ്മൾ പരിഗണിക്കണമെന്നും അത് വേണ്ട സ്ഥലത്തേക്ക് അത് എത്തിക്കാനുള്ള ശ്രമം നടത്തണമെന്നും അതിനുവേണ്ടി ഇപ്പോൾ ഉള്ള ആൾക്കാരെ കൊണ്ട്, അതായത് സഹായികളെ കൊണ്ട് പറ്റുന്നില്ല, അതിന് ഒരാളെയും കൂടി ഉൾപ്പെടുത്തണം എന്നാണ്. ഇപ്പം ആനുകൂല്യങ്ങൾ വർദ്ധിക്കുന്ന കൂട്ടത്തിൽ ഒരാളെയും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ നിവേദനങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് ഒരു സഹായമുണ്ടാവും. അതിന് അത്രയും അത്യാവശ്യമായ ഒരു കാര്യമാണിത്. അത് പറഞ്ഞത് രമേഷ് പിഷാരടിയാണ് പറഞ്ഞതെങ്കിൽ കൂടി അവിടെ ഉണ്ടായിരുന്ന 140 MLA-മാർക്കും അവർക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അത് രമേഷ് പിഷാരടി പറയുമ്പോൾ തന്നെ വ്യക്തമാക്കി, ഞാനിവിടെ എല്ലാ MLA-മാരോടും സംസാരിച്ചു, അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിവേദനങ്ങൾ തീർപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമവും നടക്കാൻ ശ്രമിച്ചാലും അത് കഴിയുന്നില്ല. കാരണം അത്രയ്ക്ക് എണ്ണം വരുന്നുണ്ട്. ഒരു ദിവസം തന്നെ നിരവധി നിവേദനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കണക്കൊക്കെ പിഷാരടി ഇതിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു ആവശ്യം, ഈ ഒരു പ്രസംഗം, പിഷാരടിയുടെ പ്രസംഗം കേൾക്കുന്ന കേരളത്തിലെ ഓരോ ആൾക്കും എന്തായാലും തോന്നുന്ന ഒരു അഭിമാനം തോന്നുന്നുണ്ട്. കാരണം നമ്മളിത് മനസ്സിൽ ആഗ്രഹിച്ച ഒരു സാധനം അതാണല്ലോ ഈ പിഷാരടി ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് പറയുമ്പോൾ തന്നെ എല്ലാവരും, ഒരാളില്ലാതെ എല്ലാവരും കൈയടിച്ചിട്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അല്ല, അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. MLA-മാർക്ക് വേണ്ടി പാസ്സാക്കുന്ന കാര്യങ്ങൾ 140 പേരും ഡെസ്കിലടിച്ച് പാസ്സാക്കിയ ചരിത്രം നിയമസഭയിലുണ്ട് എന്ന്. മറുവശത്ത് ഒരു കാര്യം എടുത്തു ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, അദ്ദേഹം പല MLA-മാരുമായി സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ആദ്യമേ അല്ലെങ്കിൽ കന്നി MLA ആണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇങ്ങനെ ആദ്യത്തെ ഒരു ആവേശമായി പോകുമോ എന്നൊരു ചോദ്യമുണ്ട്. കാര്യം ഇത്രയും നാൾ സ്റ്റാഫ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് ഒരു MLA-മാരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയാണ്. അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാനാകും. കാര്യം ആദ്യം MLA ആയ ഒരു വ്യക്തി വീണ്ടും ആവർത്തിച്ച് ആവേശമാണോ എന്ന് നമുക്കറിയില്ല. ആവർത്തിച്ച് വിജയിക്കുമ്പോഴാണ് ചില ആളുകൾ ജനപ്രീതി കൂട്ടും. ഇപ്പൊ ചാണ്ടിയുമ്മനൊക്കെ അങ്ങനെ ജനപ്രീതിയും ഭൂരിപക്ഷവും കൂട്ടും. എന്നാൽ ചില ആളുകൾ എങ്ങനെയെങ്കിലും അങ്ങ് കയ്യാലൊക്കെ ഇരിക്കുന്ന തേങ്ങ പോലെയാണ്, എങ്ങനെയെങ്കിലും അങ്ങ് അപ്പുറത്ത് വീഴുന്ന MLA ഉണ്ടാവുള്ളൂ. പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത MLA-മാരുണ്ട്. അപ്പം അതുകൊണ്ട് ഇതൊരു ആദ്യത്തെ ഒരു ആവേശമാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും രമേഷ് പിഷാരടി സംസാരിക്കുമ്പോഴൊക്കെ കൈയടിക്കാൻ സാധാരണക്കാരായ ജനങ്ങൾ പോലും കൈയടിക്കുന്നുണ്ട്. അത് രമേഷ് പിഷാരടിയുടെ വിജയം തന്നെയാണ്. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രമേഷ് പിഷാരടി പറയുമ്പോൾ, രമേഷ് പിഷാരടി പാലക്കാട് MLA ആണ്. പാലക്കാടുകാർക്ക് വേണ്ടി മാത്രം പറയുന്നതല്ല. അതായത് പാലക്കാട് UDF-ന്റെ MLA ആണെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്തെ മണ്ഡലങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ നിവേദനവുമായി കാരണം ഇപ്പൊ ഭരണത്തിലിരിക്കുന്ന UDF ആണ്. അപ്പോൾ ഒരു UDF MLA-യുടെ വഴി നിവേദനം നൽകി കഴിഞ്ഞാൽ കാര്യം സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ട് മറ്റു മണ്ഡലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പോലും പാലക്കാട് എത്തിയിട്ട് ഈ നിവേദനം നൽകുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നത്. അതായത് ഈ കാര്യം അത്രയ്ക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്, അതെങ്ങനെയെങ്കിലും ഒന്ന് നിവർത്തിച്ച് കിട്ടണം എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ MLA-മാർക്കും ഇതേപോലെ ഒരാൾ വെക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് സ്മൂത്തായിട്ട് പോകും എന്നുള്ളൊരു സന്ദേശമാണ് ഈ പിഷാരടി കൊടുക്കുന്നത്. ഇതിലൊരു വേറെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വെച്ചാൽ, പിഷാരടിയുടെ ഈ പ്രസംഗം മാത്രമല്ല, നിയമസഭ എപ്പോഴും ട്രോളിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെയേറെ ലൈവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് MLA-മാരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിവാദങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്തായാലും ഈ നിവേദനങ്ങളെല്ലാം വാങ്ങിയിട്ട് പുതിയ തരത്തിൽ, അതായത് ഇതൊരു ചരിത്ര മാറ്റം തന്നെയായിരിക്കും ഉണ്ടാവുക. ഒരു പക്ഷേ ഈ നിവേദനങ്ങളൊക്കെ വേണ്ട വിധത്തിൽ പരിഗണിക്കപ്പെടുക എന്ന് പറയുന്നത് ജനങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. അവർ വോട്ട് ചെയ്തതിനൊരു വില ഉണ്ടാകുന്ന ഒരു നിമിഷമാണ്. അങ്ങനെയുള്ളൊരു സംഭവം അതിന് ആവശ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് എന്തായാലും ഇത് സർക്കാർ അത് പരിഗണിക്കുക എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ നോക്കി കാണുന്നത്. സർക്കാർ പരിഗണിക്കുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുമ്പോഴും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതിലൊരു എതിർ അഭിപ്രായം പറയാൻ പ്രതിപക്ഷം ഒരുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് പാസ്സായി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ സാമ്പത്തിക സ്ഥിതിയൊക്കെ കൂടി പരിഗണിക്കുമ്പോൾ ഉള്ള ഒരു കാലതാമസം ഉണ്ടാകുമോ, നിയമവശങ്ങൾ എന്തെങ്കിലും ഒക്കെ പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷെ സഭയിൽ അതുപോലെ എടുത്തു പറയേണ്ട ഒരാളാണ് സഭ നയിക്കുന്ന സ്പീക്കറെ പറ്റി. കാര്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായി വരുമ്പോൾ, അദ്ദേഹം സ്പീക്കർ ആകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ സ്പീക്കറായി അദ്ദേഹത്തിനെ പരിഗണിക്കുമ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവുകളാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഈ ഒന്നാമത് തിരുവഞ്ചൂരിന്റെ പ്രായം,
പിന്നെ അദ്ദേഹം ഇതിനു മുൻപ് നാക്കുപിഴ, അദ്ദേഹത്തിന് പറ്റിയ നാക്കുപിഴകൾ എടുത്ത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരാൾക്കാണ് സഭാ തലവനായി, ഇദ്ദേഹത്തെയാണ് ഇനി സഭ ഏൽപ്പിക്കാൻ പോകുന്നത്, എന്തായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം എന്നൊക്കെ പറഞ്ഞ് വളരെ രീതിയിൽ, പ്രത്യേകിച്ച് സൈബർ സഖാക്കൾ സോഷ്യൽ മീഡിയയിൽ അത്രത്തോളം മോശമായി അല്ലെങ്കിൽ അദ്ദേഹത്തെ അധിക്ഷേപിച്ചിട്ടുണ്ട്. ഒരു വശത്ത് ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു വശത്ത് അന്ന് സൈബർ സഖാക്കൾ ചിന്തിക്കാതെ പോയ അല്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കാതെ പോയ ഒരു കാര്യമുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ എക്സ്പീരിയൻസ് എന്താണ്, അദ്ദേഹത്തിന് എത്ര വർഷത്തെ MLA അല്ലെങ്കിൽ എത്ര വർഷം അദ്ദേഹം MLA ആയിരുന്നു, അദ്ദേഹം ഏതൊക്കെ ഫീൽഡ്, ആഭ്യന്തര വകുപ്പ് മന്ത്രി വരെ ആയിരുന്ന വ്യക്തിയാണ്. എനിക്കൊന്ന് 17ഓളം വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്രത്തോളം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ നാക്കുപിഴയെ വെച്ചല്ല അദ്ദേഹത്തെ ജഡ്ജ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ സ്പീക്കറായി വരുമ്പോൾ അല്ലെങ്കിൽ സഭാ തലവനായി വരുമ്പോൾ അദ്ദേഹം അല്ല, സാധാരണഗതിയിൽ സഭാ തലവൻ എന്ന് പറയുന്നത് ന്യൂട്രൽ പിടിച്ചിരിക്കേണ്ട ആളാണ്. ആരുടെയും പക്ഷം നിന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. ശക്തമായ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയണം. വാർത്തകളിൽ നിറയാറില്ല ഒരിക്കലും സ്പീക്കർമാർ, അധികവും വളരെ കുറവാണ്. സ്പീക്കർമാർക്ക് അത്തരം ഒരു അറ്റൻഷൻ കിട്ടാറില്ല. എന്നാൽ അറ്റൻഷൻ വാങ്ങാൻ എനിക്കറിയാം എന്ന് പറയുന്ന രീതിയിലേക്ക്. പക്ഷെ അതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ട്രോളായത് ഞങ്ങൾ വാക്കൗട്ട് പ്രസംഗം കഴിഞ്ഞ് ഞങ്ങൾ വാക്കൗട്ട് ചെയ്യുന്നത് ആയിക്കോട്ടെ. പക്ഷെ അതൊരു ട്രോളാകുമെന്ന് അദ്ദേഹം പോലും കരുതിയിട്ടുണ്ടായിരിക്കില്ല. എന്നാൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്, ട്രോളുന്നവർക്ക് ട്രോളാം, ഇതൊക്കെ നോർമലായി വരുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയി വരുന്നതാണ്, ഇതൊന്നും സ്ക്രിപ്റ്റഡ് സാധനങ്ങളല്ല, അതുകൊണ്ട് ട്രോളുന്നവർക്ക് ട്രോളാം, കളിയാക്കുന്നവർക്ക് കളിയാക്കാം എന്ന് വെച്ച് ഇനിയിപ്പോ എഡിറ്റ് ചെയ്ത് സംസാരിക്കാനാകില്ല. കാര്യം സഭയാണ്, സഭ എപ്പോ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മാറാം. വളരെ നോർമലായി തുടങ്ങുന്ന സഭ ചിലപ്പോ നമുക്ക് അറിയാം 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ സഭയിൽ വലിയ പ്രതിഷേധങ്ങളും പൊട്ടിത്തെറിയിലേക്കും പോകാം. അപ്പോൾ എഡിറ്റ് ചെയ്ത് സംസാരിക്കാനൊന്നും ആകില്ല. പ്രത്യേകിച്ച് ഭരണപക്ഷം UDF-ഉം പ്രതിപക്ഷം LDF-ഉം ആയതുകൊണ്ട് സഭ ഏത് തരത്തിൽ വേണമെങ്കിലും പോകാം. പിന്നെ അന്നത്തെ പല MLA-മാരും ഇപ്പോൾ MLA-മാരല്ലാത്തത് കൊണ്ട് ഒരു ആശ്വാസം തിരുവഞ്ചൂരിനും ഭരണപക്ഷത്തിനും ഉണ്ടായിരിക്കും. തിരുവഞ്ചൂരിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രോളുന്നത് മാത്രമല്ല, പുള്ളി കൃത്യമായിട്ട് കാര്യങ്ങൾ, സഭയിലെ നടപടിക്രമങ്ങൾ, നിയമങ്ങൾ എങ്ങനെയൊക്കെ അവതരിപ്പിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക്. അത് ശ്രദ്ധിക്കാറില്ലേ? അത്രയ്ക്ക് കൃത്യമായിട്ടാണ് പുള്ളി പറഞ്ഞു പോകുന്നത്. നമ്മൾ തന്നെ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് അറിയില്ലായിരുന്നല്ലോ ആർക്കും. അങ്ങനെയൊക്കെയാണ് സംഭവിച്ചു. അല്ല, കഴിഞ്ഞ ദിവസം തന്നെ, അല്ല ഇതിനു മുൻപ് ഏതോ ഒരു ദിവസം ഉമാ തോമസ് ഇങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ നിർത്താൻ പറയുന്നു. എന്നിട്ട് പറഞ്ഞു ഇത് കറങ്ങി നടക്കാനുള്ള സ്ഥലമല്ല സഭ. പക്ഷെ ഉമാ തോമസിനോട് അല്ല അത് പറഞ്ഞത്. സഭയിൽ ഇതിനു മുൻപ് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, ഇങ്ങനെ ഉലാത്തി അല്ലെങ്കിൽ കറങ്ങി നടക്കാനുള്ള സ്ഥലമല്ല, കൃത്യമായ സ്ഥാനത്തിരിക്കുക എന്ന് വ്യക്തമായി. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പൊന്നും സഭയിൽ ഇത്രയും സ്ട്രിക്റ്റ് ആയ ഒരു രീതിയൊന്നുമില്ല. നമ്മൾ തന്നെ കാണാറുണ്ട് ഉറങ്ങുന്നത് പോലും. അതുകൊണ്ട് മാത്രമാണ് മറ്റു മാധ്യമങ്ങൾക്ക് അകത്ത് കയറിയിട്ടുള്ള ഷൂട്ടിംഗ് നിരോധിച്ചിരിക്കുന്നത്. കാരണം ഉറങ്ങുന്ന വിഷ്വൽ വരെ പുറത്തു വരും. സഭ TV ആകുമ്പോൾ എഡിറ്റ് ചെയ്തിട്ടുള്ള സാധനം മാത്രം, ലൈവ് പോയാലും പിന്നീട് അവർ കട്ട് ചെയ്ത് മാറ്റുന്നത് കൊണ്ട് തന്നെയാണ്. അവിടെയാണ് ഉറങ്ങുന്നവനും കറങ്ങി നടക്കാനും ആരും ഇങ്ങോട്ട് വരണ്ടെന്നുള്ള വ്യക്തമായിട്ട് തിരുവഞ്ചൂർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പല MLA-മാരും പറയുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം സ്പീക്കറോട് മറ്റു പറയുന്നുണ്ടായി, സഭ കാണാൻ വരുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു കുറവ് വരുത്തണം. പുതിയതായി വരുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 71 പുതിയ MLA-മാരുണ്ട്. അവരുടെയൊക്കെ നിയോജക മണ്ഡലത്തിൽ നിന്ന് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വരണ്ട എന്ന്, അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ ചോദിക്കുന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും ആളിനെ കൊണ്ടുവരുന്നു. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട്, അത് സ്വാഭാവികമാണ്, നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. കാര്യം സഭയിൽ പുറത്തുനിന്ന് ഇവിടെ ഉള്ള 140 പേര് സംസാരിക്കുന്നതിന് പുറമെ പുറത്തു നിന്നുള്ളവരുടെ സംസാരവും ശബ്ദങ്ങളും കൂടി ആകുമ്പോൾ സഭ അത്രത്തോളം ശരിയായി പോകുന്നില്ല. അത് ഒരു നല്ല കാര്യമായിട്ട് കാണണം. കാര്യം ഞാൻ പറയുന്നത് സഭ കാണാൻ അനുവദിക്കണം, പക്ഷെ ഒരുപാട് പേരെ എല്ലാ ദിവസവും അനുവദിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. കാര്യം ഇത്തരം കാര്യങ്ങൾ സാധാരണ ഇതൊന്നും സഭയിൽ പറയാത്ത കാര്യങ്ങളാണ്. അംഗങ്ങളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. സഭയിൽ ഇങ്ങനെ ഉലാത്തി നടക്കാൻ പാടില്ല, MLA-മാർക്ക് വേണ്ടി സംസാരിക്കാറില്ല. ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ തുടക്കമാണ്, സർക്കാരിന്റെ തുടക്കമാണ്. 1 മാസമൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്തായാലും ഹണിമൂൺ പീരീഡ് കഴിഞ്ഞു എന്നാണ് പ്രതിപക്ഷത്തിന്റെ നീക്കത്തിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. പുതിയ തുടക്കമാണ്, അതൊരു നല്ല തുടക്കം തന്നെയാണ്. ഇനി സ്പീക്കർ എത്രത്തോളം എയറിലാകും അല്ലെങ്കിൽ ട്രോൾ ചെയ്യുന്നറിയില്ല. തിരുവഞ്ചൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നെ ട്രോൾ ചെയ്താൽ എനിക്ക് പ്രശ്നമില്ല, ഞാൻ ട്രോളുകളെയൊക്കെ സ്വീകരിക്കുന്നു. പഴയതുപോലെ അല്ല, കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പ്രതികരിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ, അതൊന്നും എന്നെ ബാധിക്കില്ല എന്നൊരു നിലപാടെടുത്തിട്ടുണ്ട്. ഇനി 71 പുതിയ അംഗങ്ങളുണ്ട്. അവരുടെ സംസാരം അല്ലെങ്കിൽ അവരുടെ സഭയിൽ എങ്ങനെയൊക്കെയാണ്, ഇപ്പൊ പിഷാരടിയെ പറയുന്ന പോലെ തന്നെ പല ആളുകളെയും സഭയിൽ, ഇപ്പൊ CR മകേഷ് ഒക്കെ പഴയ അല്ലെങ്കിൽ മുൻപേ MLA-മാരായിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ അവർക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്നാൽ പുതിയ 71 പേരിൽ മന്ത്രിമാർ, ആദ്യമായി MLA ആയി അപ്പൊ തന്നെ മന്ത്രിയായ ആളുകളുണ്ട്. അവരുടെയൊക്കെ പെർഫോമൻസ് വിലയിരുത്താനുള്ള സമയമായിട്ടില്ല. എന്നാലും ആദ്യ തുടക്കം സഭയിൽ വലിയ മാറ്റത്തിൻ്റെതാണ്.
ഈ സഭ എന്തിന്റെയൊക്കെ ചരിത്രം കുറിക്കുമെന്ന് നമുക്കറിയില്ല. കാര്യം എടുത്തു പറയാനുള്ള കാരണം, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത രീതിയിൽ സഭയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുകയും അതും സഭയുടെ ചരിത്രത്തിൽ വരികയും ചെയ്തു. ഇനി ഈ സർക്കാരിന്റെ കാലത്ത് എന്താണ് ഉണ്ടാകാൻ പോകുന്നത് നമുക്കറിയില്ല. പക്ഷെ കഴിഞ്ഞ 10 വർഷം അങ്ങനെ ചരിത്രത്തിൽ എഴുതപ്പെടേണ്ട വലിയ നിമിഷങ്ങളൊന്നും സഭയിൽ നടന്നിട്ടില്ല. പക്ഷെ ഈ 5 വർഷം എന്തെങ്കിലുമൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം LDF ആണ് പ്രതിപക്ഷത്തിരിക്കുന്നത്. പ്രതിഷേധങ്ങളൊക്കെ ഏത് വിധത്തിലാണെന്ന് നേരത്തെയും കണ്ടതാണ്, പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ. അതിന്നും വീഡിയോകളിൽ നിറഞ്ഞു നിൽക്കുന്നതാണല്ലോ. അപ്പൊ അത്തരം പ്രതിഷേധങ്ങളിലേക്കൊക്കെ സഭ പോകുമോ എന്ന് കണ്ടു തന്നെ അറിയാം.